അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മുസ്തഫയുടെ ഹദീസ് വിമർശനത്തിൽ വരുന്ന ഒരു ഹദീസാണ്. ഇമാം ബുഖാരി കിതാബുൽ വുളുവിൻ്റെ അധ്യായം അതിൽ 155, 56 അതിൽ 156-ാമത്തെ ഹദീസായിട്ടാണ് മുസ്തഫ ഉദ്ധരിക്കണ അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു ഹദീസ് വന്നിട്ടുള്ളത്. അതേ ഹദീസ് ബുഖാരി 3860-ാമത്തെ നമ്പറായിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്. അത് മനാക്കിബിലാണ്, അതായത് ആളുകളുടെ അല്ലെങ്കിൽ ഗോത്രങ്ങളുടെ ഒക്കെ മഹത്വങ്ങൾ വിവരിക്കുന്ന ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹദീസിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നഹു കാന യഹ്മിലു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാവത്തൻ ലിവളൂഇഹി വഹാജതിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു ഉണ്ടാക്കാനും നബി മലമൂത്ര വിസർജനം നടത്തിയാൽ കഴുകാനുമൊക്കെയുള്ള ശുദ്ധീകരിക്കാനുമുള്ള വെള്ളവുമായി നബിയുടെ കൂടെ നടക്കുമായിരുന്നു. കാന യഹ്മിലു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാവത്തൻ ലിവളൂഇഹി വഹാജതിഹി. അങ്ങനെ ഒരിക്കൽ ഫബൈനമാ ഹുവ യത്ബഉഹു ബിഹാ, ഒരിക്കൽ അബൂ ഹുറൈറ ഈ വെള്ളവുമായിട്ട് നബിൻ്റെ കൂടെ പോവാണ്. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയുടെ പിന്നിൽ, നബി അറിയാതെയാണ് ഈ ഘട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ പോകുമ്പോൾ നബി ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ നബിയുടെ പിന്നാലെ നബി എവിടേക്കാണ് പോണത് എന്ന് അന്വേഷിച്ചുകൊണ്ട് നബിയുടെ പിന്നാലെ പോകാനുള്ളത് അബൂ ഹുറൈറയുടെ രീതിയാണ്. കാരണം അത് അബൂ ഹുറൈറ മാത്രമല്ല, സഹാബിമാർ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് വഴിക്ക് പോയാലും അവർ നബിയെ പിന്തുടരാന്നുള്ള രീതി അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിൽ മറ്റൊരു സംഗതി ഉള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല അപകടവും സംഭവിച്ചേക്കുമോ എന്നുള്ള ഉൾഭയവും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നിന്ന് നബിക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു ഉദ്ദേശവും അവരുടെ ഈ പോക്കിലുണ്ട്. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നിൽ വരികയാണ്. അപ്പോൾ അബൂ ഹുറൈറയുടെ കാൽവിന്യാസം കേട്ടിട്ടാവണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ്? അപ്പോൾ നബി തിരിഞ്ഞു നോക്കണില്ല. തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അബൂ ഹുറൈറ എന്നത് നബിക്കറിയാലോ. അപ്പം അബൂ ഹുറൈറ പറഞ്ഞു, ഫഖാല അന അബൂ ഹുറൈറ, ഞാൻ അബൂ ഹുറൈറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ഇബ്ഗിനി അഹ്ജാറൻ അസ്തംഫിർ ബിഹാ, എന്നാൽ എനിക്ക് കുറച്ച് കല്ല് എടുത്തു കൊണ്ട് തരണം, ഞാൻ അതുകൊണ്ട് ശൗചം ചെയ്യാനാണ്. അതായത് വെള്ളമില്ലെങ്കിൽ പിന്നെ കല്ല്, അതുപോലെ മൂത്രവും മലവും ഒക്കെ ഒപ്പിയെടുക്കാവുന്ന സാധനങ്ങൾ കൊണ്ട് ശൗചം ചെയ്യാന്നുള്ളതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് കല്ല് എടുത്തു കൊണ്ടുവരണം. ആ കൂട്ടത്തിൽ പറഞ്ഞു, വലാ തഅ്തീനി ബി അദ്മിൻ വലാ ബി റൗസിൻ, എല്ലുണ്ടാകാൻ പാടില്ല, കാഷ്ടവും ഉണ്ടാകാൻ പാടില്ല, ഉണങ്ങിയ കാഷ്ടവും ഉണ്ടാകാൻ പാടില്ല, എല്ലും ഉണ്ടാകാൻ പാടില്ല. ഫഅതൈതുഹു ബി അഹ്ജാരിൻ അഹ്മിലുഹാ ഫി തർഫി സൗബി, അങ്ങനെ ഞാനെന്ത് ചെയ്തു, എൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തലക്ക്
കുറേ കല്ല് പെറുക്കിയിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഹത്താ വളഅതു ഇലാ ജംബിഹി, അത് നബിയുടെ അടുത്ത് എൻ്റെ വസ്ത്രത്തിൽ നിന്ന് ആ നബീൻ്റെ അടുത്ത് അവിടെ ചൊരിഞ്ഞു കൊടുത്തു. തുമ്മൻ സറഫ്തു, പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ തൻ്റെ മലമൂത്ര വിസർജനം നടത്താണ്ട് അതുകൊണ്ട് ഞാൻ അവിടുന്ന് തിരിഞ്ഞു പോന്നു. ഹത്താ ഇദാ ഫറഗ, നബി അതിനൊക്കെ വിരമിച്ചതിൻ്റെ ശേഷം മഷയിത്തു, ഞാൻ നബിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഫഖുൽതു, എന്നിട്ട് ഞാൻ നബിയോട് ചോദിച്ചു, മാബാലു അൽ അളിമി വർ റൗസ, കല്ലും അതുപോലെ തന്നെ ഉണങ്ങിയ പിട്ടയും പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമാ മിൻ തആമിൽ ജിന്നി, അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. വൈന്നഹു അത്താനി വഫുദു ജിന്നി നസീബീൻ, നസീബീൻ പ്രദേശത്തെ ജിന്നുകൾ എൻ്റെ അടുത്ത് വന്നു. വനിഅമൽ ജിന്നു, ആ ജിന്നുകൾ എത്ര നല്ല ജിന്നുകളാണ്. എന്നിട്ട് ഫസഅലൂനി അസാദ്, അവരെന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. ഫദഅവ്തുല്ലാഹ ലഹും അല്ലാ യമുറു ബി അദ്മിൻ വലാ ബി റൗസിൻ ഇല്ലാ വജദു അലൈഹാ തആമൻ, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അവർ എല്ല് അതുപോലെ അങ്ങനെയുള്ള പിട്ട ഇതിൻ്റെ അടുത്തോട് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടണം എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവരുടെ ഭക്ഷണമായതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇവിടെ മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അതിലേക്ക് നമ്മൾക്ക് വരാം. ഇവിടെ മുസ്തഫ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ കല്ല് കൊണ്ടുകൊടുത്തപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വലിയ സഹാബിയാണ്, പ്രമുഖനാണ് എന്നൊക്കെ പറയുന്നു മുസ്തഫ. അത് സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ അത് സത്യസന്ധമായിട്ടാണോ അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് സംശയമുണ്ട്. സത്യസന്ധമായിരിക്കാം, നമ്മളത് പിന്നെ ഒരാളുടെ ഉദ്ദേശശുദ്ധി നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. എന്നിട്ട് ചോദിക്കണത് ഇവർക്ക് പിന്നെ ഉണങ്ങിയ കാഷ്ടം എന്താണെന്ന് അറിയില്ല എന്നാണ്. ഇവിടെ ഉള്ള സംഗതി എന്താണ്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളമില്ലാത്തത് കൊണ്ട് തനിക്ക് മൂത്രമൊഴിച്ചാൽ അല്ലെങ്കിൽ മലവിസർജനം നടത്തിയാൽ ശൗചം ചെയ്യാൻ വേണ്ടി കല്ല് വേണമെന്ന് ആവശ്യപ്പെടുന്നു. കല്ല് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് 2 കല്ലാണ് കിട്ടിയത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്. ഇവിടെ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അബൂ ഹുറൈറയുടേതാണ്. ഇതിലടങ്ങിയിട്ടുള്ള സംഗതി തന്നെയാണ് ഇബ്നു മസ്ഊദിൻ്റെ ഹദീസിനുള്ളത്. ഇബ്നു മസ്ഊദിൻ്റെ ഹദീസിനേക്കാൾ കുറച്ചുകൂടി വിശദമായുള്ള ഹദീസ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഇത് തിരിയാത്തത് കൊണ്ടല്ല, ഏത് ഉണങ്ങിയ കാഷ്ടവും കല്ലും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടല്ല. ഈ കാഷ്ടം ശൗചം ചെയ്യാൻ പറ്റൂല എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് അപ്പോൾ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറയുമ്പോഴാണ് അത് പറ്റൂല, അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എറിഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹാദാ റിക്സുൻ, ഇത് റിക്സാണ് എന്ന് പറയുന്നത് ഈ ഘട്ടത്തിലാണ്. റിക്സ് പറഞ്ഞാൽ മ്ലേച്ഛമായിട്ടുള്ളത്, ശൗചത്തിന് പറ്റാത്തതെന്നാണ്. അതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഗതി അവരോട് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് എന്തിനാ? ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യവും സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം വെള്ളമില്ലെങ്കിൽ ശൗചം ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുക? അത് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കല്ല് പെറുക്കി കൊണ്ടുവരാൻ പറഞ്ഞത്. അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ പെറുക്കി കൊണ്ടുപോയാൽ ഒരു സംഗതിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും പ്രയോഗത്തിലൂടെ പഠിപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ 2 കല്ല് പോരാ, 3 കല്ല് വേണ്ടതുണ്ടെന്നും ഇവിടെ ഇപ്പോൾ 2 കല്ലേ ഉള്ളൂ, 3 കല്ലില്ലാത്തത് കൊണ്ട് 2 കല്ല് കൊണ്ട് 3 കല്ലിൻ്റെ പ്രയോജനം അതൊക്കെ നമ്മൾ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി 1 കല്ല് മാത്രമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ 3 ഭാഗം കൊണ്ട് ഇത് പിന്നെ തടവിയിട്ട് ഒപ്പിയെടുത്ത് പിന്നെ ശൗചം ചെയ്യാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 കല്ലുള്ളതുകൊണ്ട് 1 കല്ലുകൊണ്ട് പിന്നെ പിന്നെ 2 ഭാഗം കൊണ്ടും മറ്റേ 1 കല്ലുകൊണ്ടും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായിരുന്നാലും ഇതിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഉണങ്ങിയ കാഷ്ടം എന്ന് പറയുന്നത് എന്നത്
അബ്ദുല്ലാഹിബ്നു മസ്ഊദിന് അല്ലെങ്കിൽ സഹാബിമാർക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ? അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യവും കൂടി അവരെ പഠിപ്പിക്കുകയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. ഇതിൽ മുസ്തഫ പറയുന്നത് പോലെ വഷളായിട്ടുള്ള ഒരു സംഗതിയുമില്ല. മനുഷ്യൻ്റെ ചെറുതും വലുതുമായ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തുമുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുർആനിലിത് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആയത്തിൽ നിന്ന്, അതായത് മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് വന്നാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് ഉപയോഗിക്കാം. അതാവട്ടെ വുളു എടുക്കുന്നതിനെ പറ്റി കുളിക്കുന്നതിന് പകരമായിട്ട് ചെയ്യുന്ന സംഗതിയെ പറ്റിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഈ മലമൂത്ര വിസർജനം നടത്തിയാൽ ശൗചം ചെയ്യുന്നതിനെ പറ്റി ഒരു പരാമർശവും ഇല്ല. അപ്പോൾ അത് പഠിപ്പിക്കേണ്ടത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ കാര്യം മറച്ചു വച്ചുകൊണ്ടാണ് മുസ്തഫ ഈ സംഗതി പറഞ്ഞിട്ടുള്ളത് എന്നതാണ് വസ്തുത. അപ്പോൾ 155, 156 ഹദീസുകളിലും അതേപോലെ തന്നെ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള കുറച്ച് വിശദമായിട്ടുള്ള ഈ ഹദീസും, ഈ 3 ഹദീസുകളും ഈ സംഗതിയുമായി ബന്ധപ്പെട്ടാണ് വിരൽ ചൂണ്ടുന്നത്. സംഗതികൾ വിശദമാക്കിക്കൊണ്ടാണ് ഈ ഹദീസുകൾ ഉള്ളത്. അതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അവർക്കതൊരു മോശപ്പെട്ട സംഗതിയായിട്ട് തോന്നിയിട്ടുമില്ല. കാരണം അവർക്ക് എല്ലാ രംഗത്തും അവരുടെ അധ്യാപകൻ മുഅല്ലിം, അവരെ സംഗതികൾ പഠിപ്പിക്കേണ്ട ആൾ അള്ളാഹുവിൻ്റെ റസൂലായതുകൊണ്ട് റസൂൽ പറയുന്ന ഇത്തരം ഏത് സംഗതിയും അവർക്ക് ഉൾക്കൊള്ളാനുള്ള വിശാലമായിട്ടുള്ള മാനസികാവസ്ഥയിലാണ് മുസ്ലിങ്ങളുള്ളത്. മുസ്തഫയുടെ കാര്യം മുസ്തഫ തന്നെ തീരുമാനിക്കേണ്ടതാണ് എന്ന് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.